കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനു ശേഷം 48 മണിക്കൂറിനുള്ളിൽ തന്നെ ആളുകളെ കൊല്ലാൻ കഴിയുന്ന അതീവ മാരകമായ ബാക്ടീരിയൽ രോഗം ജപ്പാനിൽ പടർന്നു പിടിക്കുന്നെന്ന് റിപ്പോർട്ട്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അഥവാ STSS എന്ന രോഗമാണ് പടർന്നു പിടിക്കുന്നത്. മാംസം ഭക്ഷിക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരണം. ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ ആളുകൾ മരിക്കുമെന്നും ബ്ലൂംബെർഗ് റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെഷ്യസ് ഡിസീസിന്റെ കണക്കനുസരിച്ച് ഈ വർഷം ജൂൺ 2 വരെ ജപ്പാനിൽ 977 STSS കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത 941 കേസുകളേക്കാൾ കൂടുതലാണ്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അപൂർവവും എന്നാൽ ഗുരുതരവുമായ ഒരു ബാക്ടീരിയൽ അണുബാധയാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ആന്റിബയോട്ടിക് ചികിത്സ നൽകുകയാണ് പ്രതിവിധി. STSSന്റെ ഭാഗമായി ഉണ്ടാകുന്ന രക്തസമ്മർദ്ദം കുറയുന്നതും അവയവങ്ങളുടെ പരാജയവും ഭേദപ്പെടുത്തുന്നതിനാകും ചികിത്സ കേന്ദ്രീകരിക്കുന്നത്. ചികിത്സ നൽകിയാലും അണുബാധ ഉണ്ടായ 10 പേരിൽ 3 പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. രോഗം പിടിപെട്ട് ആദ്യ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം വളരെ താഴ്ന്ന നിലയിലേക്കെത്തും. ഇതോടെയാണ് രോഗം കൂടുതൽ ഗുരുതരമാകുന്നത്. തുടർന്ന് അവയവങ്ങളുടെ പരാജയം, ഹൃദയനിരക്ക് കൂടുക, ദ്രുതശ്വസനം എന്നിവ സംഭവിക്കുന്നു. വൃക്ക തകരാറിലായ ഒരാൾക്ക് മൂത്രമുണ്ടാക്കാൻ സാധിക്കില്ല. കരളാണ് തകരാറിലായതെങ്കിൽ രക്തസ്രാവം ഉണ്ടാകാം. ഇതോടൊപ്പം ചർമ്മവും കണ്ണുകളും മഞ്ഞ നിറത്തിലാകും. രോഗം നിയന്ത്രിക്കുന്നതിന് അണുബാധയുള്ള കോശങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യേണ്ട സങ്കീർണമായ അവസ്ഥയുമുണ്ടാകാം. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്ന ബാക്ടീരിയ മൂലമാണ് മിക്ക ആളുകളിലും സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാകുന്നത്. സ്ട്രെപ് എ എന്നറിയപ്പെടുന്ന സ്ട്രെപ്റ്റോകോക്കസ് എ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പനിയും തൊണ്ടവേദനയുമാണ് പ്രധാന ലക്ഷണങ്ങൾ. കുട്ടികളിലാണ് ഇവ അധികവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഭൂരിഭാഗം സ്ട്രെപ് ഫീവറുകളും നേരിയ പനിയായി മാറിപ്പോകുമെങ്കിലും ഒട്ടേറെ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുകയും കൃത്യമായ ആരോഗ്യ പരിചരണം ആവശ്യമായി വരികയും ചെയ്യും. പരിചരണം ലഭ്യമായില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്കെത്തും. മരണങ്ങളിൽ ഭൂരിഭാഗവും 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നു. ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗങ്ങളുടെ പ്രൊഫസറായ കെൻ കിക്കൂച്ചി പറഞ്ഞു, രാവിലെ ഒരു രോഗിയുടെ കാലിൽ നീർവീക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും 48 മണിക്കൂറിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയും ചെയ്യും. 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റു രാജ്യങ്ങളിലും അടുത്തിടെ ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. 2022 അവസാനത്തിൽ കുറഞ്ഞത് 5 യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും ലോകാരോഗ്യ സംഘടനയ്ക്ക് ഈ രോഗത്തിന്റെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതിനെ തുടർന്നാണ് കേസുകളിൽ വർധനവുണ്ടായതെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. നിലവിലെ അണുബാധകളുടെ നിരക്കിൽ ജപ്പാനിലെ കേസുകളുടെ എണ്ണം ഈ വർഷം 2500-ലെത്താം. ഇതിൽ ഭയപ്പെടുത്തുന്ന കാര്യം മരണനിരക്ക് 30% ആണെന്നതാണെന്നും കിക്കൂച്ചി പറഞ്ഞു. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ആർക്കും എളുപ്പത്തിൽ പിടിപെടാം. കോവിഡ് വൈറസിന് സമാനമായി വായുവിലൂടെയും ശാരീരിക സമ്പർക്കത്തിലൂടെയുമാണ് സ്ട്രെപ്റ്റോകോക്കൽ അണുബാധ മറ്റുള്ളവരിലേക്ക് പടരുന്നത്. ഒരു രോഗബാധിത വ്യക്തിയുടെ ചുമ, തുമ്മൽ എന്നിവ വഴി ഇതിന്റെ ബാക്ടീരിയ പരക്കുന്നു. കൈകാലുകളിലെ മുറിവുകളിലൂടെയും ഈ ബാക്ടീരിയ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. കൈകൾ ശരിയായി കഴുകുക, ശുചിത്വം പാലിക്കുക, രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക, ശരീരത്തിലെ മുറിവുകൾ കൃത്യമായി ഡ്രസ് ചെയ്യുക എന്നിവയാണ് ഈ ബാക്ടീരിയയുടെ വ്യാപനം തടയാനുള്ള ചില മാർഗങ്ങൾ.